26% തീരുവ ഇന്ത്യക്കെതിരെ ചുമത്തുന്നു. അതിലേറെ 34% ആണ് ചൈനയ്ക്കെതിരെ. ഇത്തരമൊക്കെ വ്യാപാര സാമ്പത്തിക മേഖലയിലെ തീരുവ ചുമത്തുന്ന അമേരിക്കൻ നയം വിദേശ ബന്ധങ്ങളെ, നമ്മുടെ രാജ്യം ഉൾപ്പെടെ മറ്റുള്ളവരെയൊക്കെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഞാനത് സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല, ഇത് വിശദമായിട്ട് പഠിച്ചിട്ടുമില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്. കാനഡയ്ക്കെതിരായി ഒന്നും അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതൊരു അതിശയമല്ലേ? കാനഡ തന്നെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഒരുപക്ഷെ പറഞ്ഞ കാനഡ അമേരിക്കയുടെ ഭാഗമാണെന്ന് അദ്ദേഹത്തിന്റെ പറയുന്ന അതിനനുസരിച്ചാണോ, അതോ ഇതിലും വലിയ ടാക്സസ് അവർ ഇമ്പോസ് ചെയ്യാൻ പോവാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസം, നമ്മളൊരു ബയലാറ്ററൽ എഗ്രിമെന്റ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ബയലാറ്ററൽ ഡിസ്കഷൻ ട്രേഡ് എഗ്രിമെന്റ് നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെ ഈ റെസിപ്രോക്കൽ ടാരിഫ് വരുത്തുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ടാരിഫ് ഒഴിവാക്കുക? അതുകൊണ്ട് ഇതിന്റെയൊക്കെ വിവരങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ഫ്രണ്ട് ഓർ ഫോ, സുഹൃത്തായാലും കൊള്ളാം ശത്രു ആയാലും കൊള്ളാം, ഇത് വരും എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക കൺസിഡറേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലോകവീക്ഷണം അനുസരിച്ച് ഇന്ത്യയുടെ സുഹൃത്താണ്. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ, ടാരിഫിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു കിങ് ഓഫ് ടാരിഫ്സ് എന്നാണ് അദ്ദേഹം പലപ്പോഴും പറയാറ്. ഇന്നും 2-3 തവണ അദ്ദേഹം ഇന്ത്യയെ പറ്റി പറഞ്ഞപ്പോഴെല്ലാം ഇന്ത്യ ഹാർഷാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടു സേ സംതിങ്, അതിന്റെ വിശദവിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇന്ത്യ അതിനെ ബാധിക്കുമെന്ന് കണക്കാക്കാൻ എനിക്ക് സാധിക്കും. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇപ്പോൾ നയതന്ത്ര മേഖലയിൽ ലോകത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ബന്ധത്തെ എങ്ങനെ തന്നെ സ്വാധീനിച്ചാലും അതിനെ തൽക്കാലം താൻ പരിഗണിക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. അതിന് മുകളിൽ ഇപ്പോൾ കാനഡയുമായുള്ള കാര്യം അങ്ങ് പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനപരമായ അതിർത്തി പങ്കിടുന്ന രാജ്യം, ഏറെക്കുറെ പോലീസിംഗ് പോലും ഇല്ലാത്ത മേഖല, അതിനെയൊക്കെ മാറ്റുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകളും സമീപനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കഴിഞ്ഞ ആഴ്ച ഉണ്ടാകുന്നു. അതായത് എങ്ങനെ നയതന്ത്ര ബന്ധത്തെ, സാധാരണഗതിയിൽ പോയ പതിറ്റാണ്ടുകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും അമേരിക്ക ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചതുമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ലോകം സമാധാനപരമായി മുന്നോട്ട് പോകുന്നതും നയതന്ത്രപരമായി സമാധാനം കൈക്കൊള്ളുന്നതുമെല്ലാം അമേരിക്കയുടെ ഒരു ഇടപെടൽ കൊണ്ട്, അമേരിക്കയുടെ ഒരു സൂപ്പർ പവർ കൊണ്ട് അത് അങ്ങനെ ആ ക്രമത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതൊക്കെ പറയാനാണല്ലോ. പക്ഷേ അതിനെയൊക്കെ എത്ര ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എങ്കിലും രാജ്യ താല്പര്യം, രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഇതിനാണിപ്പോൾ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ്. ഇതൊരു തുടർച്ചയായിരിക്കുമോ? പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചോളം നമുക്ക് ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ലല്ലോ. ലോകത്തിന്റെ ഒരു നിയമവും അദ്ദേഹം പാലിക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭ്രാന്തിനിടയിൽ കുറെ സെൻസും കൂടെ നമുക്ക് പലപ്പോഴും കാണാൻ പറയും. മാഡ്നസ് എന്ന് പറയാം. അതിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ലോകക്രമത്തെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ്. അത് എങ്ങനെ ബാധിക്കും? എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോകം മുഴുവനുണ്ട്. അതിനെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇതെല്ലാം സാധിക്കാൻ കഴിയും. അതുകൊണ്ട് ഇനിയും കേൾക്കേണ്ടതുണ്ട്, ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലൊരു എക്സംഷൻ അദ്ദേഹം തരാൻ തയ്യാറ് കാണുകയില്ല. പക്ഷേ ഈ ട്രേഡ് എഗ്രിമെന്റ് ഡിസ്കഷനിൽ അത് പ്രതിഫലിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.